എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് ഡെവലപ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആണ്, എന്നാൽ രണ്ടും രണ്ടാണെന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ സ്ഥാപനത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് സംസാരിക്കുകയാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് സെയിൽസ്. രണ്ടും ഒരേ ടീം ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. വ്യത്യസ്ത റോളിൽ നിന്നുകൊണ്ട് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. 6 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിസിനസ് ഡെവലപ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള വ്യത്യാസം 6 ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഇതിൻ്റെ ലക്ഷ്യം തന്നെയാണ്, അഥവാ ഗോൾ. ബിസിനസ് ഡെവലപ്മെൻറ്റ് ലക്ഷ്യം എന്തായിരിക്കണം? ഓപ്പർച്യൂണിറ്റി ക്രിയേഷൻ ആയിരിക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ബിസിനസ് ഡെവലപ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡിംഗ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നു. ഇതൊക്കെ നാളെ അവസരങ്ങളായി നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന കാര്യമാണ്. അതാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ലക്ഷ്യം. നേരെ മറിച്ച് സെയിൽസ് ടീമിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഡീൽ ക്ലോസിംഗ് ആണ്. ഈ റാപ്പോ ബിൽഡിംഗ്, റിലേഷൻഷിപ്പ് എല്ലാം വരും, പക്ഷേ അവരുടെ ടാർഗറ്റ് അഥവാ ഗോൾ എന്ന് പറയുന്നത് ഡീല് ക്ലോസ് ചെയ്യണം. എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് കിട്ടണം, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. രണ്ടാമത് ഇതിനോടുള്ള സമീപനം അഥവാ അപ്രോച്ച് എന്ന് പറയുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റിലെ അപ്രോച്ച് എപ്പോഴും റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. ബന്ധങ്ങൾ ഉണ്ടാക്കുക, ബിസിനസ് നാളെ അതിൻ്റെ ഭാഗമായി വരും എന്ന രീതിയിലാണ് അതിലുള്ള സമീപനം. നേരെ മറിച്ച് സെയിൽസ് ടീമിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസ് ടീം എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഡെയിലി ടാർഗറ്റ്, വീക്ക്ലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ്, ക്വാർട്ടർലി ടാർഗറ്റ്, അങ്ങനെ ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് തന്നെയായിരിക്കണം അതിലുണ്ടാവേണ്ട അപ്രോച്ച്. മൂന്നാമത്തെ കാര്യം ടൈം ലൈനാണ്. ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എപ്പോഴും ഒരു ലോങ് ടേം ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിരിക്കണം അവരുടെ ആക്ടിവിറ്റി. ആളുകളെ കാണുന്നതോ ബന്ധമുണ്ടാക്കുന്നതോ ഇത് പലതും ലോങ് ടേമിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടും റിസൾട്ടും കണക്ഷനും ഒക്കെ വരുന്നത്. എന്നാൽ സെയിൽസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം വിൻസാണ്. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, അതായത് ആ നിശ്ചിത സമയത്ത് തന്നെ അത് നേടിയെടുക്കണം എന്ന രീതിയിൽ ആ ടൈം ലൈനിട്ട് വേണം സെയിൽസ് ടീം പ്രവർത്തിക്കാൻ. ഇനി മൈൻഡ് സെറ്റിനെ പറ്റിയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4ാമത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിലുള്ള ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കും ഫ്യൂച്ചർ ഫോക്കസ്ഡും ആയിരിക്കണം. അതായത് അടുത്തത് എന്ത് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ തിങ്ക് ചെയ്യണം. കുറച്ചും കൂടെ ലോങ് ടേമിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കും, അതിന് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എന്ന ആ ഒരു അവസ്ഥയിൽ വേണം നമ്മുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. നേരെ മറിച്ച് സെയിൽസിലാണെങ്കിലോ ടാക്റ്റിക്കൽ ആൻഡ് പ്രസൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. അതായത് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ എന്ത് നടക്കും, ഇപ്പോൾ എന്ത് കിട്ടും, ഉടനെ എന്ത് ക്ലോസിങ് നടക്കും, ഇപ്പോൾ ബിസിനസ് കിട്ടാൻ എന്ത് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം സെയിൽസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ടത്. ഇനി അടുത്ത് സംസാരിക്കാനുള്ളത് മെട്രിക്സിനെ പറ്റിയാണ്. മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്ത് അളവുകോലിലാണ് ബിസിനസ് ഡെവലപ്മെൻറ്റും സെയിൽസും ഒക്കെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പൈപ്പ് ലൈൻ ഗ്രോത്ത്, പാർട്ട്ണർഷിപ്പ്, മാർക്കറ്റ് എക്സ്പാൻഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെട്രിക്സുകൾ. അതായത് നാളെ സെയിൽസായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഫണൽ എത്രത്തോളം ഉണ്ട്, പൈപ്പ് ലൈൻ, നമ്മുടെ ബന്ധങ്ങളാവട്ടെ, നമ്മുടെ കണക്ഷൻസ് ആവട്ടെ, നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആവട്ടെ, ആ പൈപ്പ് ലൈൻ എത്രത്തോളം നമുക്ക് വളർത്താൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ബന്ധങ്ങൾ വളർത്താൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ മെട്രിക്സ്. നേരെ മറിച്ച് സെയിൽസിലാണെങ്കിലോ കൺവേർഷൻ റേറ്റ് തന്നെയാണ് ഏറ്റവും വലിയ മെട്രിക്സ്. അതായത് റവന്യൂ ടാർഗറ്റുകൾ, എത്ര ഡീല് ക്ലോസ് ചെയ്തു, എത്ര സെയിൽ നടന്നു, എത്ര പ്രോസ്പെക്റ്റിൽ നിന്ന് എത്ര സെയിലായി, അവിടെ ആ സ്പെസിഫിസിറ്റിയാണ് സെയിൽസിലെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഫൈനലി പറയാനുള്ളത്, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് CRM പോലുള്ള സോഫ്റ്റ്വെയറുകൾ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നത്, മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത്, ട്രെൻഡ് അനാലിസിസുകൾ നടത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് എത്രത്തോളം കൂട്ടണം, നമ്മുടെ മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. നേരെ മറിച്ച് സെയിൽസിലോ ലീഡ് ട്രാക്കിംഗ്, വന്ന കസ്റ്റമറിൽ എത്രത്തോളം കൺവേർഷൻ നടന്നു. നമ്മൾ പ്രപ്പോസലുകളൊക്കെ സെയിൽസിൽ പല സ്ഥാപനങ്ങൾ B2B ഒക്കെ ആണെങ്കിൽ കൊടുക്കുന്നുണ്ടാവും. ആ പ്രപ്പോസലൊക്കെ പരമാവധി ഓട്ടോമേറ്റ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. സെയിൽസ് എനേബിൾമെൻറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ടൂളുകൾ, ഇപ്പോൾ ചിലർ റൂട്ടിൽ പോയിട്ടൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടി ടാബോ സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. അതായത് സെയിൽസ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു ഷോറൂമിലൊക്കെ ആണെങ്കിൽ അവിടെ ലോസ്റ്റ് സെയിൽസ് അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്, മാക്സിമം സെയിൽസ് എടുക്കാൻ വേണ്ടി അപ്പ് സെല്ലിംഗ്, ക്രോസ് സെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്പ്രിൻ്റ് ഓട്ടമാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഒരു മാരത്തോണാണ്. ഈ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. സെയിൽസും ബിസിനസ് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ കാര്യങ്ങൾ കണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ സെയിൽസും നടക്കണം, ഫ്യൂച്ചറിലേക്ക് സെയിൽ നടക്കുന്നതിന് വേണ്ടി ബിസിനസ് ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തി പോവുക.
താങ്ക് യു.